2024 റെസിഡൻഷ്യൽ യൂണിറ്റ് രജിസ്ട്രേഷനിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ തിരുവനന്തപുരമാണ്. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2024 കാലയളവിൽ 2987 റെസിഡൻഷ്യൽ യൂണിറ്റുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി രജിസ്റ്റർ ചെയ്തത്. ഇതേ കാലയളവിൽ എറണാകുളം ജില്ലയിൽ 2864 യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളും പ്രവാസികളുമാണ് കൂടുതൽ യൂണിറ്റുകളും സ്വന്തമാക്കിയതെന്നാണ് വിവരം. തലസ്ഥാന നഗരത്തിൽ ഭാവിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയും കൊച്ചി എന്ന മെട്രോ നഗരത്തിന്റെ മുഖച്ഛായയും കൊണ്ട് കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ഹബ്ബായി കാലങ്ങളായി അറിയപ്പെടുന്നത് എറണാകുളമായിരുന്നു. എന്നാൽ ഇപ്പോൾ എറണാകുളത്തേക്കാൾ മുൻപന്തിയിലേക്ക് തിരുവനന്തപുരം കടന്നു വന്നിരിക്കുകയാണ്. തൊഴിലവസരങ്ങൾ, താങ്ങാനാവുന്ന ഭവന നിർമ്മാണ ചെലവ്, ഭരണകൂട സ്ഥിരാ കേന്ദ്രം, IT ഹബ് എന്നീ ഘടകങ്ങളാണ് കൂടുതൽ ആളുകളെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കുന്നതിനുള്ള പ്രധാന കാരണം. തിരുവനന്തപുരത്തുള്ള പ്രോപ്പർട്ടികൾക്കാണ് പ്രവാസികൾ അടക്കം മുൻഗണന നൽകുന്നത്. സന്തുലിതമായ ജീവിതശൈലി, മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി കൂടുതൽ പേരും തിരുവനന്തപുരം നഗരത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിദഗ്ധർ പറയുന്നു. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ആദ്യം മുൻഗണന നൽകുന്നത് തിരുവനന്തപുരത്തിനാണ്. പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും സംയോജനമാണ് തിരുവനന്തപുരം നഗരം പ്രദാനം ചെയ്യുന്നത്. പ്രവാസികൾ അടക്കമുള്ളവരെ ആകർഷിക്കുന്നതും ഇതാണ്. റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ കടന്നുവരവും തിരുവനന്തപുരം ജില്ലയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് അനുഗ്രഹമാകുന്നുണ്ട്. നഗരത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികൾക്ക് ഇവിടെ തന്നെ സ്ഥിര താമസമാക്കാനുള്ള പദ്ധതിയുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നിക്ഷേപിച്ചാൽ ഭാവിയിൽ നേട്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരും തിരുവനന്തപുരം നഗരത്തെ കണ്ണുവയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് മെഡിക്കൽ പരിചരണവും മികച്ച വിദ്യാഭ്യാസവും നേടുന്നവരുടെ ഇഷ്ടകേന്ദ്രമായി തിരുവനന്തപുരം മാറിയെന്ന് തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് രഘുചന്ദ്രൻ നായർ പറഞ്ഞു. ഇതുകൂടാതെ സംസ്ഥാനത്ത് 2024 ഏറ്റവും അധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ജില്ലയെന്ന നേട്ടം എറണാകുളത്തെ മറികടന്ന് തിരുവനന്തപുരം സ്വന്തമാക്കി. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് തലസ്ഥാന ജില്ലയിലെ 8 RTOകളിലായി 97,501 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 9 RTOകളിൽ നിന്നായി എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത് 97,052 വാഹനങ്ങളാണ്. 449 വാഹനങ്ങളാണ് എറണാകുളത്തേക്കാൾ കൂടുതലായി തലസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. 33,357 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം RTO ആണ് സംസ്ഥാനത്ത് മുന്നിൽ. 24,798 വാഹനങ്ങളുമായി എറണാകുളം രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് RTO ആണ് മൂന്നാം സ്ഥാനത്ത്. 12,226 വാഹനങ്ങളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് RTOകളുടെ കണക്ക് പരിശോധിച്ചാൽ അത് കഴക്കൂട്ടം, ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, കാട്ടാക്കട, പാറശാല, വർക്കല എന്നിങ്ങനെയാണ്. തലസ്ഥാന നഗരത്തിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ആളുകളെ കൂടുതലായി പ്രേരിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജു ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആവശ്യകതയും വർദ്ധിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം മെട്രോ റെയിൽ പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിന് കത്തുമയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.